BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. കെയർവെൽ ഡെന്റൽ ക്ലിനിക് ആൻഡ് റൂട്ട് കനാൽ സെന്റർ, ഗ്രൗണ്ട് ഫ്ലോർ, എലീസ പ്ലാസ, മങ്ങാട്ടുകവല, തൊടുപുഴ. ഫോൺ 8304816190. വിശ്വസ്തത, മിതമായ വില. സിയോൺ ഫർണിച്ചേഴ്സ്, മൂവാറ്റുപുഴ റോഡ്, ഇടയ്ക്കാട്ടുകയറ്റം, തൊടുപുഴ. ഫോൺ 9747795519. Malabar Gold and Diamonds. Celebrate the beauty of life. ആരായി ഗായത്രി? ഗായത്രി തൊടുപുഴയിലാ. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, Todupura. Super Featherlight Wedding Silk Collections for the young India from Kalyan Silks. ചെറിയൊരു തുക റിലയൻസിൽ നിക്ഷേപിക്കൂ. ഇതുപോലെ നിങ്ങളുടെ സമ്പാദ്യവും ഇരട്ടിയാകട്ടെ. റിലയൻ ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ്, പുളിമൂട്ടിൽ ബിൽഡിംഗ്, ഫസ്റ്റ് ഫ്ലോർ, D11, ഓപ്പോസിറ്റ് കളരിക്കൽ ബസാർ, പാലാ റോഡ്, തൊടുപുഴ. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൗസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഓപ്പോ എക്സ്ക്ലൂസീവ് ഷോറൂം, ഓപ്പോസിറ്റ് റെസ്റ്റ് ഹൗസ്, മൂവാറ്റുപുഴ റോഡ്, തൊടുപുഴ. പ്രസിദ്ധ സിനിമാ താരം ഗായത്രി സുരേഷ് ഏപ്രിൽ 13 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുവാൻ ചിലർ തയ്യാറായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജിഷ്ണുവിന്റെ അമ്മ മഹിജിയുടെ സമരത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന മൂന്നാർ രക്ഷാമാർച്ച് നടന്നു. വാഗമൺ DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയും ഈരാറ്റുപേട്ട റിംസ് ഹോസ്പിറ്റലും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെ സഹകരണത്തോടെ ഫാർമേഴ്സ് റൂറൽ മാർട്ട് ആൻഡ് ഓർഗാനിക് ഷോപ്പ് തൊടുപുഴയിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു.
പുളിമൂട്ടിൽ ട്രോഫിക്ക് വേണ്ടി സംസ്ഥാന വനിതാ ഫുട്ബോൾ മത്സരത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി. ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തൃശൂരിനെ പരാജയപ്പെടുത്തി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുവാൻ ചിലർ തയ്യാറായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജിഷ്ണുവിന്റെ അമ്മ മഹിജിയുടെ സമരത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് സോഹൻ എന്നെ വിളിച്ചു. ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പോൾ സോഹൻ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് പറയുന്നത്, ഈ DGP ഓഫീസിന് മുന്നിലുള്ള സംഭവത്തെക്കുറിച്ചാണ് അവർക്ക് പരാതി. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും അവരോട് സംസാരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കുന്നതിനത് എനിക്കൊരു തടസ്സമില്ല സംസാരിക്കുന്നതിന്, എന്നാൽ ഞാൻ ഫോൺ അവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ അവർക്ക് കൊടുത്തു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ പരാതി, നിങ്ങളുടെ പ്രശ്നം സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പരാതിയും സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന പരാതിയെ സംബന്ധിച്ച് അന്വേഷിച്ച് എന്തെങ്കിലും വീഴ്ചയുണ്ട് എന്ന് കണ്ടാൽ നടപടിയെടുക്കും. ഈ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അത് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ സംസാരം അവസാനിപ്പിച്ചു. ഇതാണ് ഞാനുമായുള്ള സംസാരത്തിലുണ്ടായത്. അതിന്റെ ഭാഗമായി അവർ പിന്നെയും കുറേ സമയം സംസാരിച്ചു. വളരെ സമയം കഴിയാതെ തന്നെ, ഈ സംസാരം കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ അവർ നിരാഹാരം അവസാനിപ്പിക്കുന്ന നിലയെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് പിന്നെ ഇങ്ങനെയൊരു ധാരണ ഇവർ തമ്മിൽ സംസാരിച്ച് ഉണ്ടാക്കുന്നതിന് കുറെ കൂടി സമയമെടുത്തിരുന്നു. ഇത് നല്ല രീതിയിൽ, നല്ല അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ അവസാനിച്ചിട്ടുള്ളത്. അതേതായാലും ഈ നിർഭാഗ്യകരമായൊരവസ്ഥ, ആ അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ചിലർ തയ്യാറായി എന്നുള്ളതാണ്. ഭൂരഹിതർക്ക് ഭൂമി പതിച്ചു കൊടുക്കുക, കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക, രാഷ്ട്രീയ ഭൂമാഫിയ കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJPയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാർ രക്ഷാമാർച്ച് നടത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മാർച്ചിന് നേതൃത്വം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് ബിനു ജെ കൈമൾ, സംസ്ഥാന സമിതി അംഗം PA വേലുക്കുട്ടൻ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൽ നീതി ഉണ്ടാകും എന്ന് സ്വാഭാവികമായി ജനങ്ങൾ വിശ്വസിച്ചു. അദ്ദേഹം ഇവിടെ 3 കരിമ്പൂച്ചകളെ പറഞ്ഞയച്ചു. അവരിപ്പോൾ എവിടെ? അവരെന്ത് ചെയ്തു? അവരുടെ വരവ് കണ്ടാൽ ഇപ്പോൾ ഈ ഭൂമാഫിയകളിൽ നിന്നും കയ്യേറ്റക്കാരിൽ നിന്നും മൂന്നാറിനെ ഇപ്പോൾ തന്നെ വിമോചിപ്പിക്കും എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അത്ര കണ്ട് ശക്തമായ രീതിയിൽ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നേറി. പക്ഷേ അവർക്കെല്ലാം നിർത്തിവെച്ച് പോകേണ്ടി വന്നു. അവരത് നിർത്തിവെച്ച് പോകേണ്ടി വന്നതിന്റെ കാരണം എന്താ? ഇപ്പോഴും പിടികിട്ടുന്നില്ല. അതിന്റെ കാരണമെങ്കിലും ആ 3 പേരും ജനങ്ങളോട് തുറന്നു പറയണം. അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് തുറന്നു പറയണം ആരാണ് അവരെ തടഞ്ഞു നിർത്തിയത്. കാർഡ്സ് സംഘടിപ്പിക്കുന്ന വിഷു ഈസ്റ്റർ ചന്ത തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ അധ്യക്ഷത വഹിച്ചു. അതുപോലെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് എത്തിക്കുന്നതിനൊക്കെ നമുക്ക് സൗകര്യം ചെയ്യുക നമ്മളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷകരമാണ്. അത് തന്നെയല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റം സാധനങ്ങളും നമുക്ക് ഒരു കടയിൽ കയറിയാൽ എല്ലാ വിധത്തിൽ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റം സാധനങ്ങളും വാങ്ങിപ്പോകാൻ കഴിയുന്നു എന്നുള്ളതും നമുക്ക് ഏറ്റവും ഗുണകരമാണ്. അന്നേരം ഇതിന് ഒരുക്കിയിട്ടുള്ള ഈ കാർഡ്സിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഇത് പരമാവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഈ വിഷു ഈസ്റ്റർ ചന്ത ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കാർഡ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന എല്ലാവരെയും
യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും ഈ മേള അല്ലെങ്കിൽ ഈ ചന്ത നടത്തണം. അത് തികച്ചും നമുക്കറിയാം ഒരു സമുദായ സൗഹാർദ്ദത്തെ മുൻനിർത്തിക്കൊണ്ട് ഇത്തവണ വിഷുവും ഈസ്റ്ററും ഒന്നിച്ചു വന്നിരിക്കുന്നു. നമുക്ക് ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും എല്ലാം മേഖലകൾ തുറക്കേണ്ടതുണ്ട്. ആദ്യ വിൽപ്പന വാർഡ് കൗൺസിലർ രേണുക രാജശേഖരൻ നിർവഹിച്ചു. കാർഡ്സ് സെക്രട്ടറി KV ജോസ്, ട്രഷറർ സജി മാത്യു എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 11 മുതൽ 18 വരെയാണ് കാർഡ്സിന്റെ വിഷു ഈസ്റ്റർ ചന്ത പ്രവർത്തിക്കുന്നത്. വിഷരഹിതമായ പച്ചക്കറികൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിലക്കുറവിൽ എന്നും കാർഡ്സ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനം നല്ല ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ വിഷു ഈസ്റ്ററിന് നമ്മുടെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഈ പച്ചക്കറി ചന്ത വളരെ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചു. തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെ സഹകരണത്തോടെ ഫാർമേഴ്സ് റൂറൽ മാർട്ട് ആൻഡ് ഓർഗാനിക് ഷോപ്പ് തൊടുപുഴയിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫാർമേഴ്സ് റൂറൽ മാർട്ട് ആൻഡ് ഓർഗാനിക് ഷോപ്പിന്റെ ഉദ്ഘാടനം നബാർഡ് DDM അശോക് കുമാർ നായരും ഫലവൃക്ഷ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായരും നിർവഹിക്കും. ഗുണമേന്മയുള്ള പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും ഹോം മെയ്ഡ് ഐറ്റംസ്, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, വിവിധ ഫാർമേഴ്സ് ക്ലബ്ബുകളുടെയും പ്രൊഡ്യൂസേഴ്സ് കമ്പനികളുടെയും കർഷകരുടെയും ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഇവിടെ നിന്നും ലഭിക്കും. പത്രസമ്മേളനത്തിൽ തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ടോം ചെറിയാൻ, സെക്രട്ടറി രാജീവ് പാടത്തിൽ, വൈസ് പ്രസിഡന്റ് സോണി കിഴക്കേക്കര, ട്രഷറർ ഷൈജോ ചെറുനിലം, കോർഡിനേറ്റർ ടോം തോമസ് എന്നിവർ പങ്കെടുത്തു. നബാർഡിന്റെ ഡിസ്ട്രിക്ട് മാനേജർ ശ്രീ അശോക് കുമാർ നായർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാ വിധത്തിലുള്ള ഓർഗാനിക് ഐറ്റംസിൻ്റെ വിവിധ ഫാർമേഴ്സ് ക്ലബ്ബുകളും വിവിധ പ്രൊഡ്യൂസേഴ്സ് കമ്പനികളും നബാർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് ക്ലബ്ബുകളും വിവിധ പ്രൊഡ്യൂസേഴ്സ് കമ്പനികളും പിന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും അവിടെ ലഭ്യമാണ്. കൂടാതെ ഇന്ത്യയിലെ ഇവിടെ കേരളത്തിലെ മറയൂർ മുതൽ ജയ്പൂർ വരെയുള്ള വിവിധ ഓർഗാനിക് ഐറ്റംസ് അവിടെ ലഭ്യമാണ്. ഇതിൻ്റെ അതുകൂടാതെ ഞങ്ങൾ ഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകൾ വിതരണം ചെയ്യേണ്ടത്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ ചെയ്യുന്നു. തൊടുപുഴ വ്യാപാരി വ്യവസായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ വേണു EAP, തൊടുപുഴ അസിസ്റ്റന്റ് ഡയറക്ടർ അഗ്രികൾച്ചർ ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, തൊടുപുഴ കൃഷിഭവൻ ഓഫീസർ തോംസൺ P ജോഷുവ എന്നിവർ തദവസരത്തിൽ പങ്കെടുക്കുന്നതാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ന്യൂസ് പേപ്പറിൽ കൊടുത്ത് നമ്മളൊരു പുതിയ പ്രസ്ഥാനമാണ് ഓർഗാനിക് ഷോപ്പ് എന്നുള്ളത്. അപ്പോൾ റൂറൽ മാർട്ട് സർട്ടിഫൈഡ് ഗവൺമെൻറ് സർട്ടിഫൈഡ് ഓർഗാനിക് പ്രോഡക്ട്സ് മാത്രമാണ് നമുക്ക് അവിടെ മെയിനായിട്ട് വിൽക്കുന്നത്. അതുകൂടാതെ ഈ ഡിസ്ട്രിക്റ്റിലുള്ള ഫാർമേഴ്സ് ക്ലബിൻ്റെ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങളും ആണ് ഇവിടെ നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. നാലുവരിപ്പാതയിലുള്ള LG കൂൾ ബാറിൽ ഹില്ലി അക്വായുടെ കുടിവെള്ളം ലഭ്യമാണ്. 2 ലിറ്റർ, 1 ലിറ്റർ, 300 മില്ലി ലിറ്റർ എന്നീ ബോട്ടിലുകളിൽ ലഭിക്കുന്ന കുടിവെള്ളം കേരള സർക്കാർ ഉൽപ്പന്നമാണ്. വെങ്ങല്ലൂർ നാലുവരിപ്പാതയിൽ LG കൂൾ ബാർ എന്ന സ്ഥാപനത്തിൽ കേരള സർക്കാർ സ്ഥാപനമായ ഹില്ലി അക്വയുടെ ശുദ്ധജലം വിതരണം ചെയ്തു കൊടുക്കുന്നു. കമ്പനി വിലയായ ലിറ്ററിന് 10 രൂപ റേറ്റിലാണ് വിൽക്കുന്നത്. വേനൽക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുവാനും കുടിവെള്ളത്തിൻ്റെ ലഭ്യത കൂടുതൽ ഉണ്ടാക്കുവാനും വേണ്ടിയാണ് ഹില്ലി അക്വയുടെ കേരള സർക്കാർ സ്ഥാപനമായ ശുദ്ധജലം നമ്മൾ വിതരണം ചെയ്യുന്നത്. നാലുവരിപ്പാതയിൽ LG അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന സ്ഥാപനത്തോടനുബന്ധിച്ച് ഉള്ള സഹോദര സ്ഥാപനത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 2 ലിറ്റർ, 300 ml, 1 ലിറ്റർ എന്നീ കേസുകളിൽ ഈ ജലം ലഭ്യമാണ്. ഞങ്ങളുടെ എല്ലാം സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. പാപ്പൂട്ടികളിൽ നടന്ന സമ്മേളനം CITU ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR സോമൻ ഉദ്ഘാടനം ചെയ്തു. KPVU ജില്ലാ പ്രസിഡന്റ് MG മാത്യു അധ്യക്ഷനായിരുന്നു. KPVU സംസ്ഥാന സെക്രട്ടറി ക്രിസ്റ്റഫർ വാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. രാജൻ P ശ്രീലയം, ആൽബിൻ ബോബി, വിജയൻ പിള്ള, തോമസ് ജോസഫ്, ബൈജു ഓമല്ലൂർ, മോഹനൻ കല്ലറയ്ക്കൽ, അനിൽ സ്വാതി, ലിനോ ആബേൽ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സെക്രട്ടറിയാണ് സെൻട്രൽ ഓഫീസ് യൂണിയൻ 2500 യൂണിയനുകളുടെ അഭിവൃദ്ധി ചെയ്തിട്ടുള്ള കേന്ദ്ര സംഘടന. നിങ്ങളും ഈ കേന്ദ്ര സംഘടനയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. CITU വളരെ കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാട്. എന്തിനാണ് നമ്മൾ സംഘടന രൂപീകരിക്കുന്നത്? സംഘടന എന്ന് പറയുന്നത് കൂട്ടായ വിലപേശാനുള്ള ഉപകരണമാണ്. അത് അസംഘടിത മേഖലയിലും സംഘടിത മേഖലയിലും ഒക്കെ പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ടാവും. ഫോട്ടോഗ്രാഫേഴ്സിനെയും വീഡിയോഗ്രാഫേഴ്സിനെയും സംഘടിപ്പിച്ച്
സമ്മേളനത്തിൽ എല്ലാവരും പരമാവധി പങ്കെടുക്കുവാനും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ക്രിയാത്മകമായ ഇടപെടൽ സംഘടന നടത്തുകയാണ്. വണ്ണപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2017-2018 അധ്യയന വർഷത്തേക്കുള്ള 8ാം ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷാ ഫോറം സ്കൂൾ ഓഫീസിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 245421 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാഗമൺ DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയും ഈരാറ്റുപേട്ട റിംസ് ഹോസ്പിറ്റലും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. DC ഗ്രൂപ്പ് CEO രവി DCയുടെ സാന്നിധ്യത്തിൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറ്റിക്കാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ആരോഗ്യം ഓരോ വ്യക്തിയുടെയും ജന്മാവകാശമാണ്. അത് സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ പുള്ളിക്കാനം സെന്റ് തോമസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പ്രായഭേദമന്യേ 800ഓളം ഗ്രാമവാസികളാണ് പങ്കെടുത്തത്. ന്യൂറോളജി വിഭാഗം, ശ്വാസകോശ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ENT, ദന്തരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ, നേത്ര വിഭാഗം തുടങ്ങി 10ഓളം വിഭാഗങ്ങളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സൗജന്യ സേവനമാണ് ക്യാമ്പിൽ ലഭിച്ചത്. ക്യാമ്പിൽ രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ആരോഗ്യവും പ്രകൃതിയും എന്നതാണ് DCS മാറ്റിന്റെ വിഷൻ എന്നും പുള്ളിക്കാനം പോലുള്ള ചെറിയ സമൂഹത്തിന്റെ ഇടയിലേക്ക് ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ഇനിയും കടന്നു വരുമെന്ന് DCS ഗ്രൂപ്പ് CEO രവി DC പറഞ്ഞു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല സൊസൈറ്റിയുടെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാമെന്നുള്ള ഞങ്ങളുടെ ദൗത്യമായിട്ട് കരുതുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ വാർഷിക പരിപാടിയായിട്ടാണ് ചെയ്യുന്നത്. ഇത് എല്ലാ വർഷവും എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും ഇവിടെയുള്ള പുള്ളിക്കാനക്കാർക്ക് പിന്നെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കുക, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുക. ആരോഗ്യം, പ്രകൃതി എന്നിവയാണ് DCS മാറ്റിനെ സംബന്ധിച്ചോളം നമ്മളൊരു ക്യാമ്പസായിട്ട് നോക്കുമ്പോൾ നമ്മളുടെ പ്രധാനമായിട്ട് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ. നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമായ രീതിയിലാണ് ഇത് ഞാൻ കണക്കാക്കുന്നത്. ഇത്രയും ഇവിടെ വന്നു കഴിഞ്ഞ ശേഷമാണ് ഇത്രയും ഒരു 10ഓളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ സംബന്ധിച്ച്, അതായത് ബ്ലഡ് ബാങ്ക് വരെയുള്ള രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. DC മാറ്റിന് ഒരുപാട് അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുകയാണ്. DC MAT institutions in association with the local community here has been doing a wonderful job. This is the 5th year they've been conducting this medical camp. ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സയും സൗജന്യ കണ്ണട വിതരണവും നടന്നു. DCS മേറ്റിന്റെ വിദ്യാർത്ഥികളും തദ്ദേശവാസികളും അടക്കം 60ലേറെ ആളുകൾ രക്തം ദാനം ചെയ്തു. എറണാകുളം മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ CN മോഹൻ നായരുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും നടന്നു. കട്ടിയുള്ള ആഹാരം കഴിക്കുക പ്രയാസം ഉണ്ടാകണം, പിന്നെ കഞ്ഞി അതുപോലെയുള്ള സാധനങ്ങൾ കുടിക്കാനുള്ള പ്രയാസം, പിന്നെ വെള്ളം പറ്റി കുടിക്കാനുള്ള പ്രയാസം, അങ്ങനെ ആഹാരം കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ അവഗണിക്കാൻ സാധിക്കില്ല. അതിലുണ്ടാകുന്ന ഗുണത്തിലുണ്ടാകുന്ന മാറ്റം ശബ്ദവിടമുണ്ടെന്ന് എന്ന് പറയുകയാണെങ്കിൽ ഒരു പുകവലിക്കുന്ന ആളുടെ കഫമില്ലാത്ത ചുമ, ഡ്രൈ ക്യാൻസറിന്റെ ആരംഭ ലക്ഷണമായിട്ട് വ്യക്തിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ. ക്യാമ്പിൽ പുള്ളിക്കാനം എസ്റ്റേറ്റ് മാനേജർ പ്രദീപ്, വാർഡ് മെമ്പർ S കറുപ്പസ്വാമി, റിംസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ JC ജോസഫ്, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സുധാകരൻ, DC കോളേജ് ഗ്രൂപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ MC അശോക് കുമാർ, MBA പ്രിൻസിപ്പൽ ഡോക്ടർ ഉമേഷ് നീലകണ്ഠൻ, UG പ്രിൻസിപ്പൽ പ്രൊഫസർ മേജർ പ്രേമനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്ന ഗ്ലോബുമായി തട്ടക്കുഴ സ്വദേശി സ്റ്റാലിൻ ഗോപിനാഥ് എന്ന ശാസ്ത്രജ്ഞൻ ശ്രദ്ധേയനാവുന്നു. സൗരയുദ്ധത്തിൽ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്ന ഭൂമിയുടെ ചെറിയ പതിപ്പാണ് ഇത്തവണ മാജിക് എന്നറിയപ്പെടുന്ന സ്റ്റാലിൻ വികസിപ്പിച്ചത്. നിശ്ചലമായ പശ്ചാത്തലത്തിൽ എവിടെയും മുട്ടാതെ നിലയുറപ്പിച്ച ഗ്ലോബ് അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ ചുറ്റിത്തിരിയുന്നു. ശാസ്ത്രലോകം ഇന്നുവരെ ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയതായി അറിവില്ലെന്നും സ്റ്റാലിനാണ് ഈ കണ്ടുപിടുത്തം നടത്തിയതെന്നും പറയുമ്പോഴാണ് കഥയുടെ പൂർണ്ണത കൈവരുന്നത്. അനേക വർഷങ്ങളായി നടത്തിവന്ന പരീക്ഷണങ്ങളുടെ ഫലമാണ് ഈ കണ്ടുപിടുത്തം. സ്കൂൾ തലം മുതൽ തന്നെ സ്റ്റാലിൻ ശ്രദ്ധേയമായ വിവിധ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സംസ്ഥാനതല അവാർഡ് സ്റ്റാലിൻ നേടിക്കൊടുത്ത വിത്ത് വിതക്കൽ യന്ത്രത്തിന്റെ അരങ്ങേറ്റം. നമ്മൾ ഇത്രയും നാളും സങ്കല്പം മാത്രമായിരുന്നു സാങ്കല്പിക അച്ചുതണ്ട്. ഇതിപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ പ്രത്യേകം ഒരു ബെഡ് ഉണ്ടാക്കി ഒരു ഗ്ലോബ് നിൽക്കുന്നതാണ്. അതായത് മാന്ത്രിക പോലെ തന്നെ നമ്മൾക്ക് ഒരു തൊടാതെയും ഒരു വസ്തുവിലും ടച്ച് ചെയ്യാതെ ഒരു ഗ്ലോബ് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് മാജിക്കല്ല, ശാസ്ത്രമാണ്. ഏതാണ്ട് ഒരു 7 വർഷം 8 വർഷത്തിനടുത്തായി ഇതിൽ തന്നെ കിടന്ന് പയറ്റാൻ തുടങ്ങിയിട്ട്. സാധാരണ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടാക്കി ഇതിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതാണ്ട് 8-10 സാധനങ്ങൾ സ്വന്തമായി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ.
അതിന് ഉപരി ഇത് സയൻസിന് വേണ്ടിയിട്ട്, അതായത് കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ തലങ്ങളിൽ ഭൂമി എങ്ങനെ നിൽക്കുന്നു, വലിയ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് അറിയാൻ നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് നല്ല പരിശ്രമം കൊണ്ടാണ് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിയേക്കണം. ഇനി ഇത് ഹൈറ്റ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കാലക്രമേണ വലിയ വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താം. മനുഷ്യനെ വരെ ഈ അവസ്ഥയിലേക്ക് മറ്റേ സ്റ്റേജിൽ നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ നിർത്താൻ ഈ ടെക്നോളജി ഉപയോഗിക്കാം എന്നുള്ളതാണ്. വളരെ മുതൽ മുടക്കുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് എത്തണമെങ്കിൽ സാധാരണഗതിയിലുള്ള എല്ലാ കാര്യങ്ങളും പോലെ പെട്ടെന്നാകുന്നതല്ല. അത് കാരണം ഇത് വേറെ ഒരു വേദിയിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരെണ്ണം കാണാനും കഴിയില്ല. തുടർന്ന് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന തരം കറണ്ട് ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന യന്ത്രം, ഇരുന്നു കൊണ്ട് തെങ്ങിൽ കയറാനുള്ള യന്ത്രം, റിമോട്ട് ഉപയോഗിച്ച് നാളികേരമിടാനുള്ള യന്ത്രം, വൈദ്യുതി ഉൽപാദന യന്ത്രം, 4.5 ലക്ഷം കിലോമീറ്റർ ദൂരക്കാഴ്ചയുള്ള സ്ക്രീനിൽ കാണാവുന്ന ദൂരദർശിനി, പെഡൽ ജനറേറ്റർ തുടങ്ങി ചെറിയ ചിലവിൽ മനുഷ്യർക്ക് കൂടുതൽ ഉപകാരപ്രദമായ പലതും സ്റ്റാലിന്റെ മാത്രം നേട്ടങ്ങളാണ്. കറണ്ട് അടിക്കാത്ത മനുഷ്യനാണെന്ന് കണ്ടെത്തിയതോടെ വൈദ്യുതി വകുപ്പ് ജോലി നൽകാമെന്ന വാഗ്ദാനവും നിരസിച്ച സ്റ്റാലിൻ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിൽ ഏകലവ്യനാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CPIM വണ്ണപ്പുറം ലോക്കൽ കമ്മിറ്റി ഓഫീസായ EMS ഭവൻ ബുധനാഴ്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് അമ്പലപ്പടിയിൽ നിന്ന് പ്രകടനം ആരംഭിക്കും. പൊതുസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KM സോമൻ അധ്യക്ഷത വഹിക്കും. മന്ത്രി MM മണി മുഖ്യപ്രഭാഷണം നടത്തും. KK ജയചന്ദ്രൻ, KP മേരി, അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP, PN വിജയൻ, CV വർഗീസ്, VV മത്തായി, KR ഗോപാലൻ, A രാധാകൃഷ്ണൻ, N സദാനന്ദൻ എന്നിവർ പ്രസംഗിക്കും. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ G സ്വാഗതവും ഷിജോ സെബാസ്റ്റ്യൻ നന്ദിയും പറയും. സമ്മേളനത്തിന് ശേഷം തൃശൂർ എലൈറ്റ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടായിരിക്കും. വിശുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴ ഹോളി ട്രിനിറ്റി CSI ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇടവക അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അഖണ്ഡ ബൈബിൾ പാരായണം നടത്തി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനത്ത് നടത്തിയ ബൈബിൾ പാരായണത്തിന് ഇടവക വികാരി റവറൻ ഫാദർ ജെയിംസ് P മാമൻ, റവറൻ ഫാദർ KJ ഷാമുൽ, KG തോമസൻ, KJ തോമസ്, ഡെയ്സമ്മ ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അവിടെ നിന്ന് പടകോട്ട് കഴിഞ്ഞിട്ട് പല നാടുകളിലായി കാറ്റ് പ്രതീകമായിക്കൊണ്ട് തിരമാലകളിലിരുന്നു. കാട്ടിലെ മാതാന്യാമസി അവൻ കടലിലേക്ക് നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് കീഴ്പ്പെടുകയും ഞാനാകുന്നു, ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീയാകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നീങ്ങി അടുത്ത് വരേണ്ടതിനെ കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് കടലിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റുകൊണ്ട് പേടിച്ച് മുന്നിൽ ഇറങ്ങിയാൽ കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അവിശ്വാസിയെ നീ എന്നെ സംശയിച്ചു എന്ന് പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ഒഴിവ്. 2017-18 അധ്യയന വർഷത്തേക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി, ബോട്ടണി, കൊമേഴ്സ്, ബയോടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവുകളുണ്ട്. UGC യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് അർഹരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏപ്രിൽ 20-ാം തീയതിക്കകം പൂർണ്ണമായ അക്കാദമിക് വിവരങ്ങളോടുകൂടിയ അപേക്ഷ കോളേജ് ഓഫീസിൽ സമർപ്പിക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് പ്രിൻസിപ്പൽ 04862 229797, ഇമെയിൽ newmancollege.todupuzha@gmail.com. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം രോഗം മൂർച്ഛിച്ച വീട്ടമ്മ ജില്ലാ ആശുപത്രിയിൽ അഭയം തേടി. മേലുകാവ് മേച്ചാൽ സ്വദേശി പുത്തൻപുരയ്ക്കൽ തമ്പിയും ഭാര്യ അന്നമ്മയുമാണ് മുട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത്. മേലുകാവ് മേച്ചാൽ സ്വദേശിനിയായ വീട്ടമ്മയെ ഈ കഴിഞ്ഞ 29-ാം തീയതി തലകറങ്ങി വീണതിനെ തുടർന്നാണ് മുട്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ പരിശോധിച്ചപ്പോഴാണ് കാലിലുണ്ടായിരുന്ന മുറിവ് ശ്രദ്ധയിൽപ്പെട്ടത്. പരിശോധിച്ച ഡോക്ടർ മുറിവ് സ്റ്റിച്ചിടണമെന്ന് നിർദ്ദേശിച്ചു. അതേ തുടർന്ന് ആഴത്തിലുണ്ടായിരുന്ന മുറിവിന്റെ അകത്ത് 2 സ്റ്റിച്ചും തൊലിപ്പുറത്ത് 2 സ്റ്റിച്ചും ഇടുകയായിരുന്നു. മുറിവ് സാരമുള്ളതല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു. എന്നാൽ വീട്ടിലെത്തിയ അന്നമ്മയ്ക്ക് അസഹ്യമായ വേദന അനുഭവപ്പെടുകയും അടുത്ത ദിവസം തന്നെ വീണ്ടും ഇതേ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുകയും ചെയ്തു. കാലിൽ പഴുപ്പും അതിയായ വേദനയുണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞപ്പോൾ അത് ഷുഗർ കൂടിയത് മൂലമാണെന്നും മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നും നിർദ്ദേശിച്ച് ഡ്രസ്സിംഗും മരുന്നും ഉൾപ്പെടെ 2000 രൂപ അടപ്പിച്ച് പറഞ്ഞുവിടുകയായിരുന്നു. എന്നാൽ കാലിന്റെ വേദന വർദ്ധിക്കുകയും പഴുപ്പുണ്ടാകുകയും ചെയ്തു.
ഇതേ തുടർന്ന് ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം അന്നമ്മയുടെ ഭർത്താവ് തമ്പി ഇവരെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിയ അന്നമ്മയുടെ കാലിലെ മുറിവ് പരിശോധിച്ച ഡോക്ടർക്ക് മുറിവിനകത്ത് എന്തോ ഇരിപ്പുള്ളതായി സംശയം തോന്നുകയും അടിയന്തരമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയും മുറിവിനകത്തു നിന്നും 10 സെന്റിമീറ്റർ നീളത്തിലുള്ള മരക്കുറ്റി പുറത്തെടുക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഉദ്ദേശം ഒരു 10-10.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ഭയങ്കരമായ ഒരു കമ്പകത്തിൻ്റെ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷയിരിക്കുന്നത്. ആ കമ്പ് കണ്ടിട്ട് ആ കമ്പ് ഈ കാലിൻ്റെ അകത്ത് കയറിയിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഇവർ സ്റ്റിച്ച് ചെയ്ത് എല്ലാം വിട്ടത്. അങ്ങനെ ഇന്നലെ അത് എടുക്കാനിടയായി. ഇപ്പോൾ കാല് ഈ 14 ദിവസമായിട്ട് ഇന്ന് വരെ കാല് നിലത്ത് കുത്താൻ മേലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്ന് ഇത്രയും ഇങ്ങനെയൊക്കെ ആയി ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകും. മുട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ കാര്യമായ പരിശോധനകൾ ഒന്നും നടത്താതെ അശ്രദ്ധമായി മുറിവിന് അകത്തും പുറത്തും ഇട്ടിരുന്ന സ്റ്റിച്ചുകൾ വെട്ടിമാറ്റിയാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ മരക്കുറ്റി പുറത്തെടുത്തത്. ഇക്കാര്യം മുട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ അറിയിച്ചപ്പോൾ ഡോക്ടർ ഇവരോട് പരുഷമായി പെരുമാറിയെന്നും ഇവർ പറയുന്നു. അനിൽ ഡോക്ടർ ഒരുതരം മർക്കടമുസിയാണ് പറഞ്ഞത്. എനിക്കറിയത്തില്ല. ഇവിടെ വേറൊരു ഡോക്ടറായിരുന്ന അങ്ങനെ വേണേ വിളിച്ച് ചോദിച്ചിട്ട് എനിക്ക് അയാളുമായിട്ടൊന്നും ഉത്തരവാദിത്തമില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു കീറാമുട്ടി സ്വഭാവം പറഞ്ഞതുകൊണ്ട് പറയാനിടയായി. ഹോസ്പിറ്റലുകളുടെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം നടപടികൾ വർദ്ധിച്ചു വരുന്നതായും പണം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഇത്തരം കച്ചവട താൽപര്യം അവസാനിപ്പിക്കണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കരിമണ്ണൂർ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിഷു പച്ചക്കറി ചന്ത നടത്തപ്പെടുന്നു. 2017 ഏപ്രിൽ 12 ഉച്ചയ്ക്ക് 12 മണിക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും. എല്ലാവിധ പച്ചക്കറികളും വിപണി വിലയിൽ നിന്നും 30% കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നതാണ് എന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഫാത്തിമ വർഷം പ്രമാണിച്ച് തൊടുപുഴ സേവിയേഴ്സ് ഹോമിൽ പുതിയതായി നിർമ്മിച്ച ഗ്രോട്ടോയിൽ ഫാത്തിമ മാതാവിന്റെ 5 അടി ഉയരമുള്ള രൂപം പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാകർമ്മവും വെഞ്ചിരിപ്പും തൊടുപുഴ വിജ്ഞാനമാതാ പള്ളി വികാരി റവറന്റ് ഡോക്ടർ തോമസ് പെരിയമ്പറം നിർവഹിച്ചു. തുടർന്ന് സേവിയേഴ്സ് ഹോം ഡയറക്ടർ ഫാദർ മാത്യു ജെ കുന്നത്ത് ദിവ്യബലി അർപ്പിച്ചു. ഫാദർ ജെയിംസ് വടക്കേൽ വചനപ്രഘോഷണം നടത്തി. പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് അരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് അങ്ങേക്ക് സജീവ സാക്ഷികളായി ജീവിച്ച വിശുദ്ധരുടെ മാർഗത്തിൽ ഞങ്ങളുടെ മധ്യസ്ഥതയും ഭൂമിയിൽ ഞങ്ങളുടെ മധ്യസ്ഥരും ഭൂമിയിൽ ഞങ്ങൾക്ക് മാതൃകളുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ സ്ഥാപിക്കുന്ന ഫാത്തിമ മാതാവിൻ്റെ ഈ രൂപം ദയാപൂർവം ആശീർവദിക്കണമേ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഭവനം അനുഗ്രഹീതമാകട്ടെ. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിച്ച ഫാത്തിമ മാതാവിനെ പോലെ സുവിശേഷ ചൈതന്യത്തിൽ വളരുവാനും മരണശേഷം സ്വർഗത്തിൽ അങ്ങേ മുഖാഭിമുഖം കണ്ട് ആനന്ദിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കനിയണമേ മിശിഹായേ, കനിയണമേ കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. മാർക്സിസ്റ്റ് ആക്രമണങ്ങൾക്കും പോലീസ് ഭീകരതയ്ക്കുമെതിരെ വെങ്ങല്ലൂരിൽ ബുധനാഴ്ച കോൺഗ്രസ് നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന യോഗത്തിൽ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, റോയി കെ പൗലോസ്, CP മാത്യു തുടങ്ങിയവർ പ്രസംഗിക്കും. പുളിമൂട്ടിൽ ട്രോഫിക്ക് വേണ്ടിയുള്ള സംസ്ഥാന വനിതാ ഫുട്ബോൾ മത്സരത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി. ഫൈനൽ മത്സരത്തിൽ എതിരില്ലാതെ 3 ഗോളുകൾക്ക് തൃശൂരിനെ പരാജയപ്പെടുത്തി.
അമ്മേ കിട്ടിയോ? വിജയികൾക്ക് ദ്രോണാചാര്യ KP തോമസ് മാഷ്, പുളിമുട്ടിൽ 6 MD ഔസേഫ് ജോൺ എന്നിവർ ചേർന്ന് ട്രോഫി നൽകി. കേരളത്തിലെ 14 ജില്ലാ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ ടോമി ജോസ് കുന്നേൽ, KP സണ്ണി, ജോസ് പുളിക്കൻ, PNA കരീം എന്നിവർ പങ്കെടുത്തു. നോമ്പുകാലത്തിലൂടെ BBC-യുടെ കാൽവരിയുടെ സന്ദേശമാണ് ഇനി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ, സ്വീകരിക്കുവാൻ ഏറെ വാക്കുകളും പ്രവൃത്തികളുമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഗെത്സമൻ തോട്ടത്തിൽ യേശു പിടിക്കപ്പെടുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാവരും അവനെ ഉപേക്ഷിച്ച് പോയതിനെക്കുറിച്ച്, ഒരു യുവാവ് മാത്രം അല്പസമയം അവൻ്റെ കൂടെ നിന്നതിനെക്കുറിച്ചും, അവസാനം പുതപ്പ് മാത്രം ധരിച്ചിരുന്ന അവൻ പുതപ്പ് ഉപേക്ഷിച്ച് ഓടിയതിനെക്കുറിച്ചും സുവിശേഷകൻ പറയുന്നുണ്ട്. വസ്ത്രം രക്ഷാകര ചരിത്രത്തിലെ ചില സൂചനകൾ നൽകുന്ന കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ വസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ നഗ്നനായി ഓടി എന്ന് സുവിശേഷകൻ പറയുമ്പോൾ, ദൈവത്തെ ഉപേക്ഷിച്ച് നഗ്നത അനുഭവിച്ച ആദ്യ മാതാപിതാക്കളെ നാം അനുസ്മരിക്കണം. അവൻ വലിച്ചെറിഞ്ഞ പുതപ്പ് ശിഷ്യത്വത്തിൻ്റെതാണ്. അവൻ വലിച്ചെറിഞ്ഞ പുതപ്പ് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയുമാണ്. ഈ നോമ്പുകാലത്ത് പുതപ്പ് വലിച്ചെറിയാനുള്ള പ്രവണത നമുക്കെല്ലാവർക്കും ഉണ്ടാകും. രക്ഷപ്പെടാൻ വേണ്ടി, നമ്മുടെ കാര്യം നോക്കുന്നതിന് വേണ്ടി സൗഹൃദം വലിച്ചെറിഞ്ഞ്, സ്നേഹം വലിച്ചെറിഞ്ഞ്, ശിഷ്യത്വം വലിച്ചെറിഞ്ഞ്, വിശ്വാസം വലിച്ചെറിഞ്ഞ് നാം രക്ഷപ്പെടാനുള്ള സ്വാഭാവിക പ്രവണതകൾ നമുക്കുണ്ടാകുമ്പോൾ ഒന്ന് നമുക്കോർക്കാം, ഈ രക്ഷപ്പെടലുകൾ നമ്മെ എങ്ങും എത്തിക്കുന്നില്ല. ഒരുപക്ഷേ ആ രക്ഷപ്പെടലുകൾ നമ്മെ എത്തിക്കുന്നത് നിരാശയിലേക്കും സങ്കടത്തിലേക്കും മരണത്തിലേക്കുമാകാം. പുതപ്പ് ഉപേക്ഷിക്കുവാനുള്ള പ്രവണതകളെ നാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെ പുതപ്പ് ധരിക്കുവാൻ, സത്യത്തിൻ്റെ പുതപ്പ് ധരിക്കുവാൻ, നന്മയുടെ പുതപ്പ് ധരിക്കുവാൻ, അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമുക്ക് ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ബിസിനസ് വാർത്തകൾ. തൊടുപുഴ ഗായത്രി ഡിസൈനേഴ്സ് ആൻഡ് വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂം കട്ടപ്പനയിൽ ആരംഭിച്ചു. നറുക്കെടുപ്പിലൂടെ 10 പവൻ സ്വർണം സമ്മാനമായി ലഭിച്ച കട്ടപ്പന സ്വദേശി മധു ദിവാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു.
ചരമവാർത്തകൾ. മൂലമറ്റം മണപ്പാടി കുരിയാലപ്പുഴയിൽ സണ്ണി മൈക്കിൾ 56 നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3 സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. ഭാര്യ നാരകക്കാനം കാരാട്ടുകുന്നേൽ മോളി, മക്കൾ സനൽ അലൻ. വെങ്ങല്ലൂർ മുത്താരംകുന്ന് ആന്താപ്പറമ്പിൽ KT മോഹനൻ 57 നിര്യാതനായി. സംസ്കാരം നടന്നു. ഭാര്യ വത്സ, മക്കൾ കിരൺ, വരുൺ, മരുമകൾ അശ്വതി. വിമലഗിരി കുന്നുംപുറത്ത് ജോസഫ് എന്ന ഏപ്പ് 82 നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് തടിയമ്പാട് ഫാത്തിമ മാതാപ്പള്ളിയിൽ. ഭാര്യ അച്ചാമ്മ, തൊടുപുഴ ചേരിയിൽ കുടുംബാംഗം. മക്കൾ ജോമോൻ, ലൗസി, സുജ, മിനി, മനോജ്, സിനി. മരുമക്കൾ സിസിലി മാടവന, തോമസ് കുത്തനാപ്പിള്ളിൽ, ജോയി വലിയവിളയിൽ, ബാബു കല്ലുപുരയ്ക്കൽ, മിനി വേപ്പുമൂട്ടിൽ, സജി കുന്നുംപുറത്ത്. കരിമണ്ണൂർ പറയനിലം വർക്കി മകൻ അബ്രഹാം മാളികയിൽ അവരാച്ചൻ 83 നിര്യാതനായി. സംസ്കാരം 15/4/2017 ശനിയാഴ്ച രാവിലെ 10:30 കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ. ഭാര്യ കൊച്ചിത്രേസ്യ, വാഴക്കുളം നമ്പ്യാപ്പറമ്പിൽ കുടുംബാംഗം. മക്കൾ സിബി UK, സ്വപ്ന USA, സിംല ഓസ്ട്രേലിയ. മരുമക്കൾ പുഷ്പ തോട്ടുംപുറം, സോജൻ വാഴയിൽ, സജി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയംചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2745 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 147 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 143 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുവാൻ ചിലർ തയ്യാറായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജിഷ്ണുവിന്റെ അമ്മ മഹിജിയുടെ സമരത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന മൂന്നാർ രക്ഷാമാർച്ച് നടന്നു. വാഗമൺ DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയും ഈരാറ്റുപേട്ട റിംസ് ഹോസ്പിറ്റലും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെ സഹകരണത്തോടെ ഫാർമേഴ്സ് റൂറൽ മാർട്ട് ആൻഡ് ഓർഗാനിക് ഷോപ്പ് തൊടുപുഴയിൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. പുളിമൂട്ടിൽ ട്രോഫിക്ക് വേണ്ടി സംസ്ഥാന വനിതാ ഫുട്ബോൾ മത്സരത്തിൽ മലപ്പുറം ചാമ്പ്യന്മാരായി. ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തൃശൂരിനെ പരാജയപ്പെടുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.